ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നിസ്ത ഗാലറി. ഇന്നത്തെ എൻ്റെ റെസിപ്പി തനി നാടൻ സ്റ്റൈലുള്ള റെസിപ്പിയാണ്. കിഴങ്ങ് കൊണ്ടുള്ളൊരു ഐറ്റമാണ് കപ്പപ്പൂള അഥവാ കപ്പപ്പുഴുക്ക് എന്ന് പറയുന്നതിന്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പക്ഷേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നും പറയാറുള്ളത് പോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കിഴങ്ങ് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തതാണ്. അതിങ്ങനെ ചെറുതായി മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ഈ ചെറുതായി മുറിച്ചെടുത്ത കിഴങ്ങ് കഷ്ണം കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് യെല്ലോ കളർ ആണ് ആവശ്യം. അപ്പോൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരല്പം മുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് ഇതിന് ആവശ്യം. ഞാനിവിടെ കുക്കർ ഗ്യാസ് സ്റ്റവിൽ വെക്കുകയാണ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമുക്കൊന്ന് ഇത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കിഴങ്ങ് 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല തുറന്ന് നോക്കാം. നമ്മുടെ കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്മാഷർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ പ്രസ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. നല്ല കുറച്ച് വലിയ പീസുകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ എടുത്തത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3-4 വറ്റൽ മുളക് ചെറുതായി മുറിച്ചിട്ടിട്ട് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായി ചതച്ചതാണ്, അതും ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. ആ വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ തേങ്ങയാണ്. അപ്പോൾ ഇതിൽ തേങ്ങ ഇട്ടിട്ടും ചെയ്യും, ഇടാതെയും ചെയ്യും, കുറച്ചിട്ടിട്ടൊക്കെ ചെയ്യും. എനിക്കിവിടെ തേങ്ങ കൂടുതൽ ഇട്ടിട്ടാണ് ഇഷ്ടം. ഇവിടെ ഞാൻ ഒരു തേങ്ങ ഫുള്ളായി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയാണ്, അത് ഫുള്ളായി എടുത്തിട്ടുണ്ട്. തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കപ്പ് തിന്നാൻ. അപ്പം നന്നായിട്ടും നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചുടച്ച് വെച്ച കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കപ്പയൊക്കെ ഇതിലേക്ക് ഇട്ടു. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇങ്ങനെ തോനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് തേങ്ങ ഇട്ടിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അത് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം.
വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റൊക്കെ എത്ര നന്നായിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ പൂള റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിന് നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ബീഫിൻ്റെ ഒക്കെ കറി. കപ്പയും ബീഫും എന്നൊക്കെ കേട്ടിട്ടില്ലേ, നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഇതിൻ്റെ മാച്ചിങ് ബീഫിൻ്റെ കറിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ഈവനിങ് ചായൻ്റെ കൂടെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും അങ്ങോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.